നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. സംസ്ഥാനത്തെ ഒന്നാകെ സങ്കടത്തിലാഴ്ത്തി പാലക്കാട് പനയമ്പാടത്ത് സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിലേക്ക് നിയന്ത്രണം തെറ്റി സിമന്റ് ലോറി മറിഞ്ഞുണ്ടായ അപകടത്തിൽ 4 വിദ്യാർത്ഥിനികൾക്ക് ദാരുണാന്ത്യം. അത്തിക്കൽ വീട്ടിൽ ഷറഫുദ്ദീൻ സജ്ന ദമ്പതികളുടെ മകൾ ആയിഷ, പിലാത്തോടി വീട്ടിൽ അബ്ദുൾ റഫീഖ് സജ്ന ദമ്പതികളുടെ മകൾ ദിയ ഫാത്തിമ, അബ്ദുൽ സലീം നബീസ ദമ്പതികളുടെ മകൾ നിത ഫാത്തിമ, അബ്ദുൽ സലാം ഫാരിസ ദമ്പതികളുടെ മകൾ ഇർഫാന ഷെറിൻ എന്നിവരാണ് മരിച്ചത്. ഒരു വിദ്യാർത്ഥിനി അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പരീക്ഷ കഴിഞ്ഞ് മടങ്ങിയായിരുന്ന വിദ്യാർത്ഥിനികൾക്ക് ഇടയിലേക്കാണ് നിയന്ത്രണം തെറ്റി വന്ന സിമന്റ് ലോറി മറിഞ്ഞു വീണത്. അപകടത്തിൽപ്പെട്ട സിമന്റും ലോറിയിൽ നിന്നും മറ്റൊരു ലോറിയിലേക്ക് ഇടിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് സിമന്റ് കയറ്റിയ ലോറിയുടെ നിയന്ത്രണം നഷ്ടമായി മറിയുകയായിരുന്നുവെന്നും RTO പറഞ്ഞു. ഇന്നലെ വൈകിട്ട് 4ഓടെയാണ് അപകടമുണ്ടായത്. കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത്. ചതുരംഗ കളിയിൽ പുതുചരിത്രമെഴുതി ലോക ചാമ്പ്യനായി ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ഗുകേഷ് ദൊമ്മരാജു. നിലവിലെ ചാമ്പ്യനായ ചൈനയുടെ ഡിങ് ലിററെ അവസാന ഗെയിമിൽ അട്ടിമറിച്ചാണ് ഗുകേഷ് കിരീടം സ്വന്തമാക്കിയത്. 18 വയസ്സ് മാത്രം പ്രായമുള്ള ഗുകേഷ് ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ലോക ചാമ്പ്യനാണ്. 22-ാം വയസ്സിൽ ലോക ചാമ്പ്യനായ ഗാരി കസ്പറോവിൻ്റെ റെക്കോർഡാണ് ഗുകേഷ് ഇതോടെ മറികടന്നത്. വിശ്വനാഥൻ ആനന്ദിനു ശേഷം ലോക ചാമ്പ്യൻഷിപ്പ് കിരീടം ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന താരമാണ് ഗുകേഷ് ദൊമ്മരാജു. വയനാട് ദുരന്തത്തെ അതീവ തീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കാതെയും വയനാടിനായി പ്രത്യേക പ്രഖ്യാപനങ്ങളൊന്നുമില്ലാതെയും ചർച്ച പൂർത്തിയാക്കി ദുരന്ത നിവാരണ നിയമ ഭേദഗതി ബിൽ ലോക്സഭയിൽ പാസാക്കി. പ്രത്യേക പാക്കേജ് സംബന്ധിച്ചോ അതിതീവ്ര ദുരന്ത പ്രഖ്യാപനം സംബന്ധിച്ച് യാതൊരു സൂചനയും ദുരന്ത നിവാരണ നിയമ ഭേദഗതി ബില്ലിൽ മേൽ സംസാരിച്ച ആഭ്യന്തരമന്ത്രി നിത്യാനന്ദ റായ് ലോക്സഭയിൽ നൽകിയില്ല. വയനാടിനായി പരമാവധി ഇടപെടലുകൾ കേന്ദ്രം നടത്തിയിട്ടുണ്ടെന്നും SDF-RFിൽ നിന്നും NDRFിൽ നിന്നും ദുരിതാശ്വാസ സഹായം നൽകിക്കഴിഞ്ഞെന്നും ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് വ്യക്തമാക്കി. UPA സർക്കാരിൻ്റെ കാലം മുതലേ ദേശീയ ദുരന്തമെന്ന പ്രഖ്യാപനമില്ലെന്നും ജനത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ പ്രതിപക്ഷം വില കുറഞ്ഞ രാഷ്ട്രീയം കളിക്കുകയാണെന്നും മന്ത്രി ആരോപിച്ചു. ഇതോടെ വയനാടിനായി പ്രഖ്യാപനങ്ങളില്ലാത്തതിനെ പ്രതിപക്ഷം രൂക്ഷമായി വിമർശിക്കുകയും പ്രതിഷേധിച്ച് സഭ വിടുകയും ചെയ്തു. പനയമ്പാടത്തുണ്ടായ ലോറി അപകടത്തിൽ കൺമുന്നിൽ വെച്ച് ഉറ്റ സുഹൃത്തുക്കളായ 4 പേർ മരിച്ചതിൻ്റെ ഞെട്ടൽ മാറാതെ അഞ്ജന ഷെറിൻ. അപകടമുണ്ടായപ്പോൾ താൻ കുഴിയിലേക്ക് വീണതിനാലാണ് രക്ഷപ്പെട്ടതെന്നും കൂടെയുണ്ടായിരുന്ന മറ്റ് 4 പേരും ലോറിയുടെ അടിയിൽ കുടുങ്ങുകയായിരുന്നുവെന്നും അഞ്ജന ഷെറിൻ പറഞ്ഞു. പാലക്കാട് പനയമ്പാടത്ത് ഉണ്ടായ ലോറി അപകടത്തിൽ 4 കുട്ടികൾ മരിച്ച സംഭവത്തിൽ നാട്ടുകാർ റോഡ് ഉപരോധിച്ചു. സ്ഥിരം അപകടമുണ്ടാകുന്ന പനയമ്പാടത്താണ് ഇന്നലെയും അപകടമുണ്ടായത്. അധികൃതരോട് നിരവധി തവണ പരാതി അറിയിച്ചിട്ടും നടപടിയുണ്ടാവാത്ത സാഹചര്യത്തിലാണ് നാട്ടുകാർ പ്രതിഷേധിച്ചത്. അശാസ്ത്രീയമായ റോഡ് നിർമ്മാണമാണ് അപകടങ്ങൾക്ക് കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു. അപകടത്തെയും പ്രതിഷേധത്തെയും തുടർന്ന് 1.5 മണിക്കൂറോളം ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. പാലക്കാട് കല്ലടിക്കോട് 4 വിദ്യാർത്ഥിനികളുടെ മരണത്തിനിടയാക്കിയ ലോറിയുടെ ഡ്രൈവർ മഹേന്ദ്ര പ്രസാദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ആശുപത്രിയിൽ നിന്നാണ് ലോറി ഡ്രൈവർ മഹേന്ദ്ര പ്രസാദിനെ മണ്ണാർക്കാട് പോലീസ് കസ്റ്റഡിയിലെടുത്ത്. ക്ലീനർ വർഗീസ് ചികിത്സയിൽ തുടരുകയാണ്. സിമന്റ് ലോറിയിൽ തട്ടിയ വാഹനത്തിനെതിരെയും കേസെടുത്തിട്ടുണ്ട്. മഹാരാഷ്ട്ര രജിസ്ട്രേഷനുള്ള ഈ വാഹനവും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഈ വാഹനത്തിൻ്റെ ഡ്രൈവർ വണ്ടൂർ സ്വദേശി പ്രജീഷിനെതിരെയും കേസെടുത്തിട്ടുണ്ട്. പാലക്കാട് പനയമ്പാടത്ത് അപകടത്തിൽ മരിച്ച 4 വിദ്യാർത്ഥികൾ മരിച്ച സംഭവത്തിൽ അനുശോചനം രേഖപ്പെടുത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ലോറി പാഞ്ഞു കയറി 4 കുഞ്ഞുങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ട സംഭവം ഞെട്ടിക്കുന്നതാണെന്നും ദാരുണമാണെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. പാലക്കാട് കല്ലടിക്കോട് പനയമ്പാടത്തുണ്ടായ അപകടം ദൗർഭാഗ്യകരമാണെന്നും കുട്ടികൾ മരിച്ച സംഭവം വളരെ വേദനയുണ്ടാക്കുന്നതാണെന്നും അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ആഭ്യന്തര റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്നും ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ ദില്ലിയിൽ പറഞ്ഞു. സംഭവത്തിൽ കർശനമായ നടപടിയെടുക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നും മന്ത്രി അറിയിച്ചു. പനയമ്പാടത്ത് സിമന്റ് ലോറി ഇടിച്ചു കയറി മരിച്ച 4 സ്കൂൾ വിദ്യാർത്ഥിനികളുടെയും ഒരുമിച്ച് ഇന്ന് ഖബറടക്കം നടക്കും. രാവിലെ 6ഓടെ മൃതദേഹങ്ങൾ ആശുപത്രിയിൽ നിന്ന് വീടുകളിൽ എത്തിച്ചു.
2 മണിക്കൂർ നേരം അവിടെ പൊതുദർശനത്തിനു ശേഷം തുടർന്ന് 8:30 തുപ്പനാട് കരിമ്പനക്കൽ ഹാളിലേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുവരും. 10 മണിവരെ ഇവിടെ പൊതുദർശനത്തിന് വെച്ച ശേഷം ഖബറടക്കത്തിനായി തുപ്പനാട് ജുമാ മസ്ജിദിലേക്ക് മൃതദേഹങ്ങൾ എത്തിക്കും. കേന്ദ്രത്തിന് സംസ്ഥാനത്തെ സഹായിക്കുകയെന്ന ഉത്തരവാദിത്തമുണ്ടെന്ന് നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ പറഞ്ഞു. പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെന്റ് ഇല്ലെന്ന് പറഞ്ഞ് കേന്ദ്രം സഹായം വൈകിപ്പിക്കുകയാണെന്നും കുറ്റപ്പെടുത്തലുകളുടെ സമയമല്ല ഇതെന്നും സ്പീക്കർ പറഞ്ഞു. ദുരന്ത നിവാരണമല്ല, ഇനിയുള്ള കാലങ്ങളിൽ ദുരന്ത ലഘൂകരണമാണ് ആവശ്യമെന്നും സ്പീക്കർ കൂട്ടിച്ചേർത്തു. CPM കൊല്ലം ജില്ലാ സമ്മേളനത്തിൻ്റെ സമാപന സമ്മേളനത്തിൽ കരുനാഗപ്പള്ളിയിലെ വിഭാഗീയതയിൽ മുന്നറിയിപ്പുമായി CPM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ നേതാവാണ് എല്ലാത്തിൻ്റെയും അവസാന വാക്കെന്ന് കരുതരുതെന്നും ജനങ്ങളാണ് അവസാന വാക്കെന്നും തെറ്റായ ഒരു പ്രവണതയും പാർട്ടിയിൽ വെച്ച് പൊറുപ്പിക്കില്ലെന്ന് MB ഗോവിന്ദൻ സമാപന സമ്മേളനത്തിൽ പറഞ്ഞു. കരുനാഗപ്പള്ളിയിലെ വിഭാഗീയതയ്ക്കെതിരെ നടപടിയുമായി CPM കൊല്ലം ജില്ലാ സമ്മേളനം. PR വാസന്തനടക്കം കരുനാഗപ്പള്ളിയിൽ നിന്നുള്ള 4 ജില്ലാ കമ്മിറ്റി അംഗങ്ങളെ പുതിയ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കി. സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങൾ വെച്ച് പൊറുപ്പിക്കുകയില്ലെന്നതിൻ്റെ തെളിവാണ് നടപടിയെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു. S സുദേവനെ 2ാമതും കൊല്ലം ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. കേന്ദ്ര സർക്കാർ സെൻറ്റർ ഓഫ് എക്സലൻസ് ആയി തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജിലെ എമർജൻസി മെഡിസിൻ വിഭാഗത്തെ തിരഞ്ഞെടുത്തു. അത്യാഹിത വിഭാഗ ചികിത്സയുടെ പഠനത്തിനായി നീതി ആയോഗ് IMCMR തിരഞ്ഞെടുക്കുന്ന രാജ്യത്തെ 5 മെഡിക്കൽ കോളേജുകളുടെ പട്ടികയിലാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജും ഉൾപ്പെട്ടത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ വർഷവും 2 കോടി രൂപ മെഡിക്കൽ കോളേജിന് ലഭിക്കും. തിരുവനന്തപുരം വഞ്ചിയൂർ റോഡ് കയ്യേറിയുള്ള CPM സമ്മേളനത്തിൽ സ്റ്റേഷൻ്റെ മുന്നിൽ തന്നെ ഗുരുതരമായ നിയമലംഘനം നടന്ന പോലീസ് അനങ്ങാതിരുന്നത് എന്തുകൊണ്ടാണ് സംസ്ഥാനത്ത് പോലീസ് മേധാവിയോട് റിപ്പോർട്ട് തേടി കോടതി. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഗതാഗതം തടസ്സപ്പെടുത്തിയുള്ള CPI സമരത്തിൽ സ്വമേധയാ കേസെടുക്കാൻ ആലോചിക്കുന്നതായും ഹൈക്കോടതി വ്യക്തമാക്കി. ഗസറ്റഡ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള സർക്കാർ ജീവനക്കാർ സാമൂഹ്യക്ഷേമ പെൻഷൻ കൈപ്പറ്റിയെന്ന് കണ്ടെത്തിയതിന് പിന്നാലെ ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടിയുമായി സർക്കാർ. അനർഹർ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിനായി അനർഹമായി വാങ്ങിയ പെൻഷൻ തുക പിഴ സഹിതം തിരികെ ഈടാക്കും. ഇത് സംബന്ധിച്ച് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ A ജയതിലക് ഉത്തരവ് പുറപ്പെടുവിച്ചു. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.